നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BJPയും SNDP യോഗവും വഴിപിരിയുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ BJPയും വെള്ളാപ്പള്ളി നടേശനും ഇനി രണ്ടു വഴിക്കാണ്. 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം വെള്ളാപ്പള്ളിയും SNDPയും BJPയോടൊപ്പം കൈകോർത്ത് നടക്കുകയായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ മകനാകട്ടെ BDJS എന്നുള്ള പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും ആ പാർട്ടിയെ BJPയുടെ NDAയുടെ ഘടകകക്ഷിയാക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പല തെരഞ്ഞെടുപ്പുകളിലും BDJS മത്സരിക്കുകയും ചെയ്തു BJP മുന്നണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ പല ബോർഡുകളിലും കോർപ്പറേഷനുകളിലും BDJSന്റെ നേതാക്കൾ ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും ഒക്കെയായി. എന്നാൽ ആ ബാന്ധവം കഴിഞ്ഞ 12 വർഷമായുള്ള ഈ ബാന്ധവം പതിയെ ഇല്ലാതാവുകയാണ്. അതിന് കാരണമോ CPMുമായി കൈകോർക്കാൻ വീണ്ടും SNDP യോഗം സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ BDJS പതിയെ LDFിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് 30 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വിപുലമായ ഒരു ചടങ്ങ് ഏപ്രിൽ 11 ചേർത്തലയിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. സംസ്ഥാനത്തെ 5 മന്ത്രിമാർ സജി ചെറിയാൻ, VM വാസവൻ, P രാജീവ്, P പ്രസാദ് തുടങ്ങിയ മന്ത്രിമാർ, അങ്ങനെ വലിയ മന്ത്രി നിരയും MLAമാരും ഒക്കെ സന്നിഹിതരാകുന്ന വലിയ ഒരു സമ്മേളന പരിപാടിയാണിത്. ഇതിലേക്ക് BJPയുടെ ഒരു നേതാവിനെ പോലും ക്ഷണിച്ചിട്ടില്ല. BJPയുടെ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ട്. 2 പേർ മലയാളികളാണ്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവരെ 2 പേരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഒരു കാലത്ത് വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തരായി അറിയപ്പെട്ടിരുന്ന ആളാണ്. ഈ K സുരേന്ദ്രനെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, BJPയുടെ ഒരു നേതാവിനെയും, ഒരു RSS നേതാവിനെയും, കേന്ദ്രത്തിലുള്ള ഒരു BJP നേതാവിനെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടേയില്ല. അതിനു പകരം CPM നേതാക്കളെ കൊണ്ട് ഈ ചടങ്ങ് നിറയുകയാണ്. CPMും SNDPയും കൈകോർക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ താല്പര്യമെടുത്താണ് SNDPയെ വീണ്ടും CPM പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. CPM വോട്ടുകളിൽ വൻ ചോർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായിരുന്നു. ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ BJPയിലേക്ക് കൂടുമാറുന്നതിൻ്റെ അടിസ്ഥാനപരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുതയാണ് CPMനുണ്ടാക്കിയ രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയെന്ന് ആ പാർട്ടി തിരിച്ചറിഞ്ഞു. CPMന്റെ കേഡർ വോട്ടുകളിൽ BJPയിലേക്കുണ്ടായ ചോർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം SNDP BJP ബാന്ധവം തന്നെയാണെന്നും CPM മനസ്സിലാക്കി. ഇതോടുകൂടിയാണ് പിണറായി വിജയൻ നേരിട്ടിറങ്ങി SNDPയെയും CPMനെയും അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തത്. അതോടെ വെള്ളാപ്പള്ളി പതിയെ പിണറായിയുടെ വഴിയിലായി. പലതവണ കൂടിക്കാഴ്ചകൾ നടന്നു. BDJSന് വേണമെങ്കിൽ പതിയെ ഇടതുമുന്നണിയിലേക്ക് എത്തിക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ വരെ ആ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായി. ഇതോടെയാണ് പിണറായി ഏതാണ്ട് പൂർണ്ണമായും SNDPയോട് അടുക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, വെള്ളാപ്പള്ളി ആകട്ടെ പിണറായി വിജയൻ 3ാമതും മുഖ്യമന്ത്രിയാവുമെന്ന് പലതവണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിണറായിയുടെ ഈ പ്രഖ്യാപനം UDFനെ അടക്കം ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് അതുകൊണ്ട് തന്നെ CPMും SNDPയും കൈകോർക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ അംഗീകാരമാണ്, വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാണ്. BJPയിൽ നിന്ന് പതിയെ അകലാൻ SNDP യോഗം തീരുമാനിച്ചതിന് പിന്നിൽ ശിവഗിരി മഠത്തിൻ്റെ ചില ഇടപെടൽ ഉണ്ടെന്നും ശിവഗിരി മഠം ഈ SNDP RSS ബാന്ധവത്തിന് എതിരായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പതിയെ പഴയതുപോലെ, പഴയ കാലത്ത് SNDP യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ ഏതാണ്ട് 99% CPMലേക്കും ഇടതുമുന്നണിയിലേക്കും പോവുകയാണ് പതിവ്. ആ പതിവ് വീണ്ടും ഒന്ന് അർപ്പിക്കാൻ, അല്ലെങ്കിൽ ആ പഴയ കാലം വീണ്ടും ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ നടത്തുന്നത്. കാരണം വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒരമ്മ പെറ്റ മക്കൾ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മാനസികമായ അടുപ്പം ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ SNDPയുടെ മനംമാറ്റം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ അനുഗ്രഹം തന്നെയായി മാറും. വീണ്ടും 3ാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടിയിറക്കുന്ന പിണറായി വിജയന് ഒരു പുതുജീവൻ ലഭിച്ചൊരു സന്തോഷമാണ് വെള്ളാപ്പള്ളിയുടെയും മകൻ്റെയും ഈ മനംമാറ്റം. ഏതായാലും ഏപ്രിൽ 15 നടക്കുന്ന വലിയ പരിപാടിയിൽ, വലിയ ജനസംഗമത്തിൽ പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. CPM നേതാക്കളെല്ലാം ആ വേദിയിലുണ്ടാവും. അതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്,
BJP SNDP മധുവിധു അവസാനിച്ചു. അവർ രണ്ടും രണ്ട് വഴിയിലേക്കായി കഴിഞ്ഞു.